ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. നമ്മുടെ റിലേഷനും പാർഷ്യൽ ഓർഡർ റിലേഷനൊക്കെ പറഞ്ഞു. അത് ചെറിയൊരു ടോപ്പിക്, NRE റിലേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് പറയുന്നത്. NRE റിലേഷൻ എന്താണ്? NRE റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. By an NRE relation, we mean a set of ordered n tuples for any set S. A subset of the product set Sn is called an NRE relation on S. In particular, a subset of S3 is called a ternary relation on S. അതായത് മെയിനായിട്ട് പറയുന്ന സെറ്റാണ് എസ്. യൂണിവേഴ്സൽ സെറ്റായിട്ട് കണക്കാക്കുന്ന സെറ്റാണ് എസ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ സബ്സെറ്റുകളാണ് S1, S2, S3, S1, S2, S3 ഇതൊക്കെ അതിൻ്റെ സബ്സെറ്റുകളാണ്. അങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ റിലേഷനാണ് പറയുന്നത് NRE റിലേഷൻ. അപ്പോൾ NRE റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെറ്റുകൾ തമ്മിലുള്ള 1 1 2 മെനി ടു 1 മെനി ടു മെനി അങ്ങനത്തുള്ള റിലേഷൻഷിപ്പാണ്. അതിപ്പോൾ ഇവിടെ പറയുന്നത് എൻറ്റിറ്റീസാണ്. എൻറ്റിറ്റീസ് പറയുമ്പോൾ നമുക്കറിയാം, അറിയുണ്ടായിരിക്കും. എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റിലെ മസ്റ്റായിട്ട് വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് എൻറ്റിറ്റി. ഡാറ്റാബേസ് മാനേജ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം BC റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാക്കാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു ബാക്കെൻഡാണ് ഡാറ്റാബേസ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ കോളേജിനെ നോക്കാം. കോളേജാണെങ്കിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റ് വന്നു, നമുക്ക് കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ കോളേജിൻ്റെ കുട്ടികൾ ആരൊക്കെയാണ്, ഏതൊക്കെ കോഴ്സാണ്, ഓരോ കോഴ്സിനുള്ള കുട്ടികൾ ഏതൊക്കെയാണ്, അതേപോലെ ഏതൊക്കെ ടീച്ചേഴ്സാണ്, ഏതൊക്കെ കോഴ്സാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഫയലായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. കോളേജിൽ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഫയൽ, ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്ന് അങ്ങോട്ട് വെട്ടും, ഒരു പുതിയ കുട്ടി വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യും. ആ സിസ്റ്റത്തൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഡാറ്റാബേസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു ലാംഗ്വേജ് ഉണ്ട്, ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ക്വറി ലാംഗ്വേജ് വെച്ചുകൊണ്ട് ഇൻസേർഷൻ കൊടുത്തുകൊണ്ട് കുട്ടീനെ ആഡ് ചെയ്യാനും, റിലേഷൻ കൊടുത്തുകൊണ്ടായിരുന്നു ഒഴിവാക്കാനും, പിന്നെ ചില ചേഞ്ചുകൾ ഇപ്പോൾ ഏതെങ്കിലും കൊടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷനുകൾ വന്നു കഴിഞ്ഞു. മുൻ കാലഘട്ടങ്ങളിൽ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് പകരം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും നമ്മുടെ ആ ഒരു പ്രൊസീജിയറിലും കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു സെറ്റ് റിലേഷൻസ് കാണിക്കാം, അതാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജിൻ്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത്, അതായത് കോൺക്രീറ്റ് ആയിട്ട് വേണ്ട കോൺസെപ്റ്റുകളാണ്. ഒന്ന് സ്റ്റുഡൻറ്റ്, ടീച്ചർ, പിന്നെ അത് മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ്, പിന്നെ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ്, കോളേജാണ് എങ്കിൽ അങ്ങനത്തെ ഒരു 3 മോഡൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു എൻറ്റിറ്റിയാണ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് കോളേജിൻ്റെ എൻറ്റിറ്റി. അപ്പോൾ സ്റ്റുഡൻറ്റിനോട് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും. സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡ് ഉണ്ടാവാം, സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷനാണ്, അങ്ങനെ പറഞ്ഞ റിലേഷനുകളെയാണ് NRE റിലേഷൻ എന്ന് പറയുന്നത്. അതിലിപ്പോൾ S1, S2, S3 എന്ന് പറയുന്നത് ഒറ്റ ഒരു റിലേഷൻഷിപ്പ് മാത്രം, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഉള്ള റിലേഷൻഷിപ്പിനെയാണ് S1 എന്ന് പറയുന്നത്. S2 എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതേസമയം S3 എന്ന് പറയുമ്പോൾ 3 റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ 1 2 ഒറ്റ എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ യൂണറി റിലേഷൻ എന്നാണ് പറയുക. അപ്പോൾ കോളേജും
കോളേജ് എന്നുള്ള ഒരു ഡാറ്റാബേസിന് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു എൻറ്റിറ്റി മാത്രമാണ് ഉള്ളത് എങ്കിൽ അങ്ങനെയല്ല, അങ്ങനത്തെ കേസുകളുള്ള എൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു എൻറ്റിറ്റി വരുന്നതാണെങ്കിൽ അതിനെ പറയും യൂണിയറി റിലേഷൻ ആസ് വൺ. അതേസമയം രണ്ട് എൻറ്റിറ്റി ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ കോളേജാണ്, സ്റ്റുഡൻറ്റും ടീച്ചറും. ആ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നതെങ്കിൽ അതിന് പറയും ബൈനറി റിലേഷൻ എന്ന് പറയും. അതാണ് S2 എന്ന് പറയുന്നത്. നമ്മൾ എഴുതുമ്പോൾ S² എന്ന രൂപത്തിലാണ് എഴുതെങ്കിൽ ഇപ്പോൾ S2 എന്നാണത് റീഡ് ചെയ്യാറ്. മൂന്നാമത് പറയും S3 ആണ്. S3 പറഞ്ഞാൽ ടേർണറി റിലേഷൻഷിപ്പാണ്. ടേർണറി 3 എന്നുള്ള അർത്ഥം, അതായത് ഒരു ഡാറ്റാബേസിന് 3 എൻറ്റിറ്റീസ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാനേജ്മെൻറ്റ്, കോളേജ്, ടീച്ചർ, സ്റ്റുഡൻറ്റ്, 3 എൻറ്റിറ്റീസ് ഉണ്ട്. ആ 3 എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് S3, അതായത് ടേർണറി. അപ്പോൾ യൂണിയറി, ബൈനറി, ടേർണറി, ഇങ്ങനെ 3 റിലേഷനിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസായിട്ട് പറയുന്ന 3 റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ യൂണിയറിൽ തന്നെ നമുക്ക് വേറെ ഒരുപാട് പറയാൻ കഴിയും. 1 to 1, 1 to many, അങ്ങനെ പറയാൻ കഴിയും. അതായത് ഇപ്പോൾ എംപ്ലോയി ഒരു വർക്ക്സ് എംപ്ലോയി ഒരു ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 to 1 ആയിട്ട് പറയാം. കാരണം ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. എംപ്ലോയീസ് എന്ന് പറയാം. ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരേ കാറ്റഗറി, ഒരേ എൻറ്റിറ്റിന് ഒരുപാടെണ്ണം വരാം. അപ്പോൾ അങ്ങനെ വരാം. പല രീതിയിൽ നമുക്ക് വരാൻ പറ്റും. അണ്ടൊന്ന് വൈഡായിട്ട് പോകേണ്ട, നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻറ്റിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സെറ്റ്സ് ആണ്. ഒരു മെയിൻ സെറ്റ് ആണ് എങ്കിൽ അതിൽ സബ്സെറ്റായി വരുന്ന S1, S2, S3 അങ്ങനെ പോകുന്ന സെറ്റുകളെയാണ് നമ്മൾ എൻറ്റിറ്റി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിലുള്ള റിലേഷൻഷിപ്പിനെയാണ്, അതായത് എൻറ്റിറ്റികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ആ പേര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ S1ഉം, 2 ഉണ്ടെങ്കിൽ S2, S3 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് യൂണിയറി, ബൈനറി, ടെർമിനറി റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അതാണ് NRI റിലേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.